പത്തനംതിട്ടയിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് 10 പേർക്ക് പരിക്ക്. തിരുവല്ലയിലാണ് ഈ അപകടമുണ്ടായത്. 12 ടിക്കറ്റ് എടുത്ത് ഞാൻ ചങ്ങനാശ്ശേരി കഴിഞ്ഞിട്ട് ഒന്ന് ഉറക്കത്തിലായിരുന്നു. ചങ്ങനാശ്ശേരി ആയപ്പോൾ എന്തോ ഭാഗ്യത്തിന് ഫോൺ എടുത്ത് വന്നപ്പോൾ വണ്ടി ചെറുതായിട്ടൊന്ന് സ്ലോ ആക്കിയിട്ട് അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ ഇനി അവർ വല്ല ബ്രേക്ക് പിടിച്ചാൽ വണ്ടി ഫ്രണ്ടിൽ വന്നിട്ട് ബ്രേക്ക് പിടിച്ചാന്നാണ് വിചാരിച്ചത്. പക്ഷേ അപ്പോൾ ഞാൻ കൈ എടുത്ത് ഇങ്ങനെ ഹാൻഡിലോട്ട് ഇതിലോട്ട് വെച്ചു. അപ്പോൾ വീണ്ടും ഒന്നുകൂടെ പിടിച്ചു. ബാഗ് എൻ്റെ ഫ്രണ്ടിൽ ബാഗ് ഉള്ളതുകൊണ്ട് ഭാഗ്യത്തിനുണ്ട് എൻ്റെ ഇവിടെ വന്ന് ഇടിച്ചതേ ഉള്ളൂ ചെറുതായിട്ട്. വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇതിപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ഇരുന്നവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ബസ്സുകാരൻ്റെ മിസ്റ്റേക്ക് അല്ല, കാരണം ഒരു നീല ഷിഫ്റ്റ് ആണെന്ന് തോന്നുന്നു. ആ നീല ഷിഫ്റ്റ് വന്നപ്പം അത് ഇടിച്ച് തെറിപ്പിക്കേണ്ടതായിരുന്നു. പക്ഷേ പുള്ളി അത് ഇടിച്ച് തെറിപ്പിക്കാൻ വേണ്ടി പുള്ളി ഒന്ന് സൈഡ് കൊടുത്തപ്പം എതിരെ വന്ന ബസ് വന്ന് ഇടിച്ച് തെറിപ്പിക്കുമായിരുന്നു. ഡ്രൈവറിൻ്റെ കാര്യമാണ് ഭയങ്കര കഷ്ടമാണ്. കാരണം നമ്മൾ നോക്കിയപ്പോൾ പുള്ളിക്ക് ഒരു ബോധമില്ലാണ്ട് പുള്ളി വീണ് കിടക്കുകയാണ്. കുറേ പല്ലെല്ലാം പോയി, മുഖി കൂടെ ചോര വന്നു. അങ്ങനെ കുറേ അവസ്ഥ ഭയങ്കര പരിതാപകരമാണ്. ശ്രീ കെ അഭിലാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിലാൽ, അപകട കാരണം എന്താണ്? പത്തനംതിട്ട കോട്ടയം ജില്ലാ അതിർത്തിയായ ചേർന്ന പ്രദേശം ലായിക്കാട് ഉച്ചതിരിഞ്ഞ് 3:15 കൂടിയാണ് അപകടം. കോട്ടയത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ KSRTCയുടെ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സും തിരുവല്ലയിൽ നിന്നും കോട്ടയത്തേക്ക് പോയ ഓർഡിനറി ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. കോട്ടയത്തു നിന്ന് തിരുവല്ലയിലേക്ക് വന്ന ബസ്സിന് തൊട്ട് മുൻപിൽ പോയ കാർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതോടുകൂടി ആ വാഹനത്തിൽ ഇടിക്കാതിരിക്കാൻ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിന്റെ ഡ്രൈവർ വാഹനം വെട്ടിച്ചതോടുകൂടി എതിർദിശയിൽ വന്ന ബസ്സിലേക്ക് വണ്ടി ഇടിക്കുകയാണ് ഉണ്ടായത്. ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിന്റെ ഡ്രൈവർ മനീഷ് അടക്കം 10 പേർക്കാണ് പരിക്ക്. മനീഷിന്റെ മുഖത്തും തലയ്ക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ തിരുവല്ലയിലെയും ചങ്ങനാശ്ശേരിയിലെയും ആശുപത്രികളിലായിട്ടാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ബസ്സിൽ മുൻസീറ്റ് യാത്രക്കാരായിട്ടുള്ള ആളുകൾക്കാണ് പരിക്കേറ്റതിൽ കൂടുതൽ പേര്.